നമസ്കാരം. നമുക്കിതൊരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, ഓൾ സ്പൈസസ് പൊട്ടിക്കുക, ജൂലിയൻ ചെയ്ത് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും സ്ലൈസ്ഡ് ഒഴിയും കൂടെ ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ബോയിൽ ചെയ്ത് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓൾ സ്പൈസസും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച ബീഫാണ്. ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ച ക്യാരറ്റും പൊട്ടറ്റയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു മീഡിയം തിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഉപ്പും ഒരൽപ്പം ഷുഗറും ക്രഷ് ചെയ്ത പെപ്പറും ഫെനൽ പൗഡറും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു തിള വരുന്ന സമയം അതിലേക്ക് കറിവേപ്പിലയും ഗീയും കൂടി ഒഴിച്ച് ഫിനിഷ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത അട്ടിപ്പൊളി ഒരു ബീഫ് സ്റ്റൂ റെഡിയാണ്. വൈറ്റ് ബ്രെഡിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ അട്ടിപ്പൊളി ഒരു സ്റ്റൂ ആണ്. അതുപോലെ ഇടിയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഐറ്റാണ്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുന്നു. നമസ്കാരം. ഇന്ന് നമുക്ക് അപ്പോ സ്റ്റൂ അതായത് ഈസ്റ്റർ ആയതുകൊണ്ട് സ്പെഷ്യൽ ഉണ്ടാകുന്നല്ലേ. നേരെ പാനിടുക, കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, ഓൾ സ്പൈസസ് അതിലേക്ക് പൊട്ടിച്ച് ഇഞ്ചിയും നടുവേക്കരി പച്ചമുളകും കറിവേപ്പിലും ഒരല്പം സ്ലൈസ്ഡ് ഓനിയനും കൂടി ചേർത്ത് ഒന്ന് വഴറ്റുക. ഓനിയൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആയി വരുന്ന സമയം ചിക്കൻ കറിക്കട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ചിക്കനെ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കുക. ചിക്കൻ 80% വെന്ത് ചെയ്യുമ്പോൾ അതിലേക്ക് ക്യൂബായി കട്ട് ചെയ്ത് വെച്ചാൽ പൊട്ടറ്റയും ക്യാരറ്റും വേവിച്ച് വെച്ചേക്കുന്നതാണ്. അതുകൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുക. പിന്നെ ഇതിലേക്ക് നല്ല തിക്കുള്ള തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ചെറു ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് പെരിഞ്ചീരകത്തിന് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കറി ഓഫ് ചെയ്യുക. പിന്നെ അല്പം പഞ്ചസാരയും ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒനിയനും അതുപോലെ കാഷ്നട്ടും റൈസൻസും ഒരല്പം പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലും ഒഴിച്ച് ഫിനിഷ് ചെയ്ത് അടിപൊളി ഒരു സ്റ്റൂ റെഡിയാണ്. അപ്പത്തോടെ കഴിക്കാൻ അടിപൊളിയായിട്ടാണ്.